Hello friends, welcome once again to Automask Malayalam. ഇന്ന് ടീം ഓട്ടോമാസ്ക് വന്നിരിക്കുന്നത് യുവാക്കളുടെ ഹരമെന്ന് തന്നെ പറയാൻ പറ്റുന്ന YAMAHA RX135 ആണ്. ആക്ച്വലി യുവാക്കൾ എന്ന് പറയുന്നത് പ്രായത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഹൃദയം കൊണ്ട് യുവാക്കളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് YAMAHA RX100ഉം അതുപോലെ തന്നെ RX സീരീസിൽ വരുന്ന എല്ലാ വാഹനങ്ങളും. എന്താണ് ഈ വാഹനത്തിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുത്താനായിട്ട് ഇത്ര സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ RX135 എന്ന് പറയുന്നത് നമ്മുടെ രാജേഷ് ഏട്ടൻ്റെയാണ്. രാജേഷ് ഏട്ടൻ ആരെന്നറിയോ? നമ്മുടെ CT100ൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വണ്ടിയുടെ റീസ്റ്റോറേഷൻ ഫുൾ വർക്കും ചെയ്തത് രാജേഷ് ഏട്ടനാണ്. രാജേഷ് ഏട്ടൻ ഡ്യൂഹിൽ എന്ന ഒരു 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. പ്രാവച്ചമ്പലത്താണ് ഈ ഒരു ഡ്യൂഹിൽ വർക്ക്ഷോപ്പ് വരുന്നത്. ഫുൾ വെഹിക്കിളിൻ്റെ റീസ്റ്റോറേഷൻ വർക്ക്, പ്രത്യേകിച്ച് YAMAHA RX റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കും പുള്ളി ചെയ്തു തരുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ദിസ് ഈസ് ദ RX135. വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് വണ്ടി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാക്സിമം ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. ആകെ ഒരു കസ്റ്റമൈസേഷൻ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്ക് ബ്രേക്ക് മാത്രമാണ്. ആക്ച്വലി ഇത് ഗ്ലാഡിയേറ്ററിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഫുൾ മൊഡ്യൂൾസും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്. മിറേഴ്സ് വെച്ചിട്ടില്ല. മിറേഴ്സ് വയ്ക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതുകൂടി പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റിംഗ് വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എൻറ്റയർലി ഒരു ഷോറൂം പീസ് പോലെ ആക്കിയെടുക്കും. എന്തായാലും ഈ വണ്ടിയുടെ ഡിസൈൻ ഓവർവ്യൂ നമുക്ക് നോക്കാം അല്ലേ. ആക്ച്വലി ഡിസൈൻ ഓവർവ്യൂ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ വണ്ടി ലോഞ്ച് കിടക്കുമ്പോഴാണ് നമ്മൾ ഡിസൈൻ ഓവർവ്യൂ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു വാഹനം ഇന്നും പല ആൾക്കാർക്കും ഒരു പുതുമയുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഹൈലൈറ്റ്സും കാണാനും പലർക്കും ഇഷ്ടമാണ്. സോ നമുക്ക് ഡിസൈൻ ഓവർവ്യൂ നോക്കാം. ഒരു പക്ക ക്ലാസിക് വെഹിക്കിൾ. ഇപ്പോൾ ഇത് ഒത്തിരി ക്ലാസിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ യുണീക്കായിരുന്നു, വളരെ സ്പെഷ്യലായിരുന്നു. ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ്സ് എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിരുന്ന അതേ ഡിസൈനിലെ ഹെഡ് ലാമ്പ്സ് അത് ഇപ്പോഴും ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റോക്ക് ഇൻഡിക്കേറ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു റൗണ്ട് ഡിസൈനിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് നേരെ മേളിലായിട്ട് സ്ക്വയർ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഒരു സ്പീഡോ മീറ്റർ കൺസോൾ. ആക്ച്വലി 3 കമ്പോണൻ്റ് ആയിട്ടാണ് ആ ഒരു സ്പീഡോ മീറ്ററിൻ്റെ ഫുൾ യൂണിറ്റ് വരുന്നത് തന്നെ. ഒരു റെഗുലർ ഷോക്സ് കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കസ്റ്റമൈസേഷൻ മാത്രമേ ഈ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് വന്നിട്ട് നമ്മുടെ യമഹയുടെ തന്നെ ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വേറെ അല്ലാണ്ട് കസ്റ്റമൈസേഷൻ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ പാർട്സും തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. അന്നിറങ്ങിയ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫ്യൂൾ ടാങ്കിൻ്റെയൊക്കെ സൈസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനോ ഒന്നും വലിയ പ്രാധാന്യം ഇല്ലായിരിക്കും. കാരണം ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫ്യൂൾ ടാങ്ക് ഡിസൈനാണ് RX സീരീസിനെല്ലാം തന്നെ വരുന്നത്. ഈവൻ RD ആണെങ്കിൽ പോലും ഈ ഒരു സ്ലീക്ക് ഫ്യൂൾ ടാങ്ക് ഡിസൈനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ളൊരു സ്ലീക്ക് ആയിട്ടുള്ള ഫ്യൂൾ ടാങ്ക് ഡിസൈൻ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ലിഡൊക്കെ ഓപ്പൺ ചെയ്യുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ള കീയൊക്കെ വെച്ച് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലാസിക് എലമെൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ RX135യുടെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസിക് കാരിയേഴ്സ്. ആക്ച്വലി പണ്ടിറങ്ങിയിരുന്ന വണ്ടിയിൽ ഇത് വളരെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാരിയറിൽ വെച്ചുകൊണ്ട് വരാമായിരുന്നു. അത് വളരെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചറായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ നിതീഷിൻ്റെ എന്താ പറയുക ഹിമാലയനിൽ പോലും ഇത്തരത്തിലൊരു കാരിയർ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ ഒരു സംഭവം ഇല്ല കേട്ടോ. കാരിയർ മാത്രമേ ഉള്ളൂ. അതിന് വലിയ ടോപ്പ് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ്സും. ഇന്നും ഈ ഒരു വാഹനത്തിന് ഇതുപോലെ തന്നെ കൊണ്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാരല്ല, ഒത്തിരി വണ്ടി ഭ്രാന്തന്മാരുണ്ട്. അത് പ്രായം എന്ന് പറയുന്നത് ഒരു കൺസിഡർ ചെയ്യാൻ പോലും പറ്റാത്തൊരു ഫാക്ടറാണ്. പല പ്രായക്കാരും ഈ ഒരു വാഹനത്തിനെ ഇന്നും പൊന്നുപോലെ കൊണ്ട് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള കമൻസ്, ചിലപ്പോൾ അതിനുവേണ്ടി നെഗറ്റീവ് കമൻസ് നമുക്ക് കേൾക്കേണ്ടി വരും. അത് മേ ബി ഈ ഒരു വാഹനത്തിൻ്റെ വില അറിയാത്ത ആൾക്കാരിൽ നിന്നാണ് കേൾക്കുന്നത്. കാരണം ഇത്രയും പഴയ വണ്ടിക്ക് വേണ്ടി എന്തിന് ഇത്രയും കാശ് കളയുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ചില കമൻസ്. അങ്ങനെ പറയുന്നവരോടൊക്കെ സിമ്പിളായിട്ട് പോയി പണി നോക്കാൻ പറയുക. കാരണം വണ്ടി ഭ്രാന്തം എന്ന് പറയുന്നത് വണ്ടി ഭ്രാന്തന്മാർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിപരമായ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു ഫീലാണ് അല്ലേ. അതൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഈ ഒരു വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വണ്ടി കറക്റ്റ് പറഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിൻ നന്നായി പണി ചെയ്യാൻ അറിയാമെന്നുള്ളൊരു ടെക്നീഷ്യൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ റെഗുലറായിട്ട് മെയിൻ്റനൻസിന് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ 2 സ്ട്രോക്ക് വെഹിക്കിൾ കറക്റ്റ് പണിയാൻ അറിയാത്തൊരാൾ ഈ എഞ്ചിനിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് സർവീസ് സെൻറ്റർ വിസിറ്റിന് മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. കാരണം പണിത് കുളമാക്കി കൈത്തരും. അതുകൊണ്ട് ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ തിരഞ്ഞെടുക്കാം. രണ്ടാമത്, ഇത്തരത്തിൽ നല്ലൊരു 2 സ്ട്രോക്ക് എഞ്ചിൻ പണി അറിയാമെന്നുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്നതിന് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇത്തരത്തിൽ 2 സ്ട്രോക്ക്
പണിയുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി സ്പെയർ പാർട്സ് എവിടെ കിട്ടുമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സ് കിട്ടുന്നതിന് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയെ ഇത്രയും സ്പെഷ്യലാക്കാൻ സഹായിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ എൻജിൻ. സംഭവം കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയ സാധനം എന്ന് പറയുന്നത് ഇന്ന് വരുന്ന പല വമ്പന്മാരെയും ഒറ്റയടിക്ക് പൊട്ടിച്ച് കളയാൻ പറ്റുന്നത്ര കഴിവുള്ളൊരു എൻജിനാണ്. ആക്ച്വലി യമഹ ഈ ഒരു എൻജിൻ ഇറക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല ഇതിൻ്റെ എന്താ പറയുക കംപ്ലീറ്റ് ജിയോമെട്രിയോ അല്ലെങ്കിൽ ഇതിൻ്റെ എയറോഡൈനാമിക്സോ സ്റ്റെബിലിറ്റിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു എൻജിൻ വെച്ചതെന്ന്. കാരണം ഇതിൻ്റെ ചേസും ബാക്കി ഓവറോൾ ഡിസൈനും സംഭവമൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു ഇരട്ടച്ചങ്കൻ്റെ ഫീലാണ്. കുഞ്ഞ് എഞ്ചിനാണ്, പക്ഷേ 2 സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ഡെലിവറി എന്ന് പറയുന്നത് മാസീവാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ 4 സ്ട്രോക്ക് എഞ്ചിന് പോലും ഒപ്പം പിടിക്കാൻ പറ്റാത്ത ലെവലിലുള്ള മാരകമായ ആക്സിലറേഷനാണ്. അതിന് ഹാൻഡ്സ് ഓഫ് ടു യു യമഹ. അപ്പോൾ ഇത്രയുമാണ് വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയെ പറ്റി നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ വണ്ടി എൻജോയ് ചെയ്ത് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ? സോ RX135 4 സ്പീഡിൻ്റെ ഡ്രൈവിംഗ് വീഡിയോ. അപ്പോൾ നമുക്കിനി ഈ ഒരു വണ്ടി ഓടിച്ചോടിച്ച് പോവാം അല്ലേ? ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീലാണ്. എന്താ പറയുക, അതിനെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാനൊന്നും എനിക്ക് വേറെ എക്സാമ്പിളൊന്നും പറയാനായിട്ടില്ല. കാരണം അമ്മാതിരി ഒരു ഫീലാണ്. വളരെ സ്മൂത്താണ്. എന്താ പറയുക, ഒരു 60 km/hലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓടുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. എന്നാൽ ഓടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുക, ഒന്ന് കൈ കൊടുക്കുക. ഗിയർ ഡൗൺ ചെയ്തില്ലേലും കുഴപ്പമില്ല കേട്ടോ, കൈ കൊടുത്താൽ മാത്രം കൈ കൊടുത്താൽ മാത്രം മതി, വണ്ടി വല്ലാണ്ടൊക്കെ കയറി പോകും. ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, വെയിറ്റ്ലെസ് ആണ്. വെഹിക്കിൾ എന്ന് പറയുന്നത് 97 kg മാത്രമേ ഇതിന് കവ് വെയിറ്റ് ഉള്ളൂ. 2, ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ആക്സിലറേറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് ഇത്. ഈ ഒരു വണ്ടി നമുക്ക് സിറ്റി റൈഡിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അത്രയ്ക്ക് ലൈറ്റാണ്. ടേണിങ് റേഡിയസും ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ്ങും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു വാഹനത്തിനെ ഇങ്ങനെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹൈവേയിലൂടെ ഈ വണ്ടി പോകുമ്പോൾ കിട്ടുന്ന ഒരു ടോപ്പ് സ്പീഡിൻ്റെ ഫീൽ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 140 km ആൻഡ് എബോവ് വരെ ഈ ഒരു വണ്ടിയെ കയറ്റാൻ പറ്റും. ആകെ ഒരു നെഗറ്റീവ് മാത്രമേ അപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളൂ, വിൻ ബ്ലാസ്റ്റ് ആണ്. കാരണം ഇതിന് വിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന് വേറെ വിൻഷീൽഡോ അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. അതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ വച്ച് പറപ്പിക്കാൻ പറ്റിയ സാധനമാണ് RX എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ഇന്നിപ്പോൾ വരുന്ന വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 4 സ്ട്രോക്കും 2 സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഈ ഒരു എഞ്ചിൻ്റെ പിസ്റ്റൺ 2 പ്രാവശ്യം മേളിലോട്ടും താഴോട്ടും പോയി കഴിയുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. നേരെ മറിച്ച് 4 സ്ട്രോക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ 4 പ്രാവശ്യം മൂവ് ചെയ്യുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഇന്നത്തെ വണ്ടിക്ക് കിട്ടുന്ന ആക്സിലറേഷൻ്റെ പകുതി ടൈം കൊണ്ട് ഈ വണ്ടിക്ക് അതേ ആക്സിലറേഷൻ കിട്ടും. അതാണ് ഈ ഒരു എഞ്ചിനെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്. സംഭവം 100cc അല്ലെങ്കിൽ 135cc എന്നുള്ള രീതിയിൽ ഇതിനെ കുറച്ച് കാണണ്ട. ഇന്നത്തെ 250cc വേണമെങ്കിലും ഇവൻ പുട്ടുപോലെ പിടിച്ചങ്ങ് നിൽക്കും. അത്രയ്ക്ക് കിടില എഞ്ചിനാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ. കാരണം ഈ വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് ആകെ 98 കിലോയേ ഉള്ളൂ. ആ 98 കിലോ ഉള്ള ഈ ഒരു വണ്ടിയെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഇത്രയും മാസീവായ ഒരു എഞ്ചിൻ, അതാണ് ഈ വണ്ടിയെ ഇത്രത്തോളം ജനപ്രീതി നേടിക്കൊടുക്കുന്ന ഒരു വാഹനമാക്കി മാറ്റിയത്. മാത്രമല്ല ഈ വണ്ടി കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് ഓടിക്കുമ്പോൾ എന്തെന്നറിയാത്തൊരു ഫീലുണ്ട്, ഒരു സ്പെഷ്യൽ ഫീൽ. കാരണം അത് ആക്ച്വലി എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. ഈ ഒരു വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയൊരു ഫീലാണ്. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഈ വണ്ടിയുടെ മുകളിൽ തന്നെയായിരുന്നു. ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നാമത്തെ കേസ് ഇതൊരു 4 സ്പീഡ് വണ്ടിയാണ്. ഈ 4ാമത്തെ ഗിയറിലിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പൊക്കൊണ്ടിരുന്നിട്ട് തിരിച്ചത് ആക്സിലറേഷനിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു സൗണ്ട് വരും. ഒരു തരത്തിൽ എന്താ പറയുക, അത് ആ എക്സോസ്റ്റിൻ്റെ ഫീൽ എന്ന് പറയുന്നത് ആ സൗണ്ട് കേൾക്കുമ്പോൾ വല്ലാണ്ട് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ത്രോട്ട് കൊടുത്ത് നന്നായിട്ട് കയറി ആക്സിലേറ്ററിൽ നിന്ന് കൈ വിട്ടാലും ശരി തന്നെ വണ്ടിക്ക് ഉടനെ ഒരു സ്പീഡ് കുറയുന്ന ഫീലൊന്നുമില്ല, സ്മൂത്തായിട്ട് ഒഴുകി അങ്ങ് പോകും. 3ാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗിയർ മാറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 4ാമത്തെ ഗിയറിലും 20 km സ്പീഡിനാണെങ്കിലും ചുമ്മാ ഈ വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ വണ്ടിയെ വല്ലാണ്ട് ഇതിനോടൊപ്പം അടുപ്പിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. പിന്നെ എന്തൊക്കെയോ ഈ ഒരു വണ്ടിയെ പറ്റി സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ടു ബി ഓണസ്റ്റ്, സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. കാരണം എന്തോ ഈ വണ്ടിയോടൊരു അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മൊമെൻറ്റ്സും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വണ്ടിയെ പറ്റി ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻസോ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, തൽക്കാലം ഇത്രയേ ഉള്ളൂ. Hope you have enjoyed the video and this is Anand signing off with the RX135. Bye bye.